എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. തവനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടും. മലപ്പുറം ജില്ലയിൽ തവനൂര്, പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ ഈ 6 നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ 6ഇടത്തും ഇടതുപക്ഷ മുന്നണിക്ക് വിജയ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താനൂരും വേങ്ങരയും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി മൈനോറിറ്റി കൺസോളിഡേഷൻ, കേഡർ വോട്ട് എന്ന് പറഞ്ഞാൽ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ വോട്ടാവുമല്ലോ. ഇപ്പോൾ ഏത് മെമ്പർമാരാണ് വോട്ട് ചെയ്യാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് പോയി കണ്ടുപിടിക്കും. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഇൻഫർമേഷനും കിട്ടിക്കണം. പഞ്ചായത്ത് അല്ല, പാർട്ടി മെമ്പർമാർ, അതാണല്ലോ കേഡർമാർ. ഈ കേഡർമാർ വോട്ട് ചെയ്തിട്ടില്ല, ഇന്ന മെമ്പർ വോട്ട് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് ഈ കാലയളവിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഓരോ ഗസ്സാണ്, നിങ്ങളങ്ങനെ ഊഹിക്കുകയാണ്. അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അവിടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF പുറത്ത് നിന്ന് ഒരാളെ കൊണ്ടുവന്ന് നിർത്തി. അതിനുള്ള പ്രതിഷേധം കൊണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ UDFകാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. സ്ഥാനാർത്ഥിക്കെതിരെ പല ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും പാർട്ടി ഗ്രാമങ്ങളിൽ വരെ ഫ്ലക്സ് ബോർഡ് ആർക്കും വെക്കാമല്ലോ. പിതൃശൂന്യ ബോർഡുകൾ ആർക്കും വെക്കാമല്ലോ. ആളും നാഥനുമില്ലാത്ത വാൾ പോസ്റ്ററുകൾ, നോട്ടീസുകൾ, ഇതൊക്കെ ആർക്കും വിതരണം ചെയ്യാം. എങ്ങനെയാണ് പറയുക? SDPIക്കാർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അവരല്ലേ പറയേണ്ടത്, ഓരോ പ്രവർത്തകനുമല്ലേ പറയേണ്ടത്. അപ്പോൾ മഞ്ചേശ്വരത്ത് ആർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവും? ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അല്ല, AP സംസ്ഥക്കാര് അവരെ സഹായിക്കുന്നവരെ സഹായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ സഹായിച്ചത് ആരാണ് എന്ന് സുവ്യക്തമാണ്. തങ്ങളെ സഹായിച്ചവർ ആരാണോ അവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കും എന്നാണ് AP സംസ്ഥ പറഞ്ഞത്. അവരെ കഴിഞ്ഞ 10 വർഷം സഹായിച്ചത് ആരാണ്? അത് സുവ്യക്തമാണ്. പിന്നെന്താ, തീർച്ചയായിട്ടും തവനൂരിൽ LDFന് എന്തെങ്കിലും പറ്റുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റുള്ളൂ. രാഷ്ട്രീയമായ ഒരു മത്സരം തവനൂരിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LDFന് നല്ല വിജയം നേടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ പറയുന്നില്ല. എല്ലാ എതിരാളികളും എതിരാളികളാണ്. തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കല്ലേ ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ പൊന്നാനിയെ സംബന്ധിച്ച് പോളിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. മികച്ച മികവ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഇടതുപക്ഷം കാഴ്ചവെക്കും. ഈ പോളിംഗ് ശതമാനത്തിലൊക്കെ വർധനവ് UDF തരംഗത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം കഴിയുന്ന എല്ലാ ആളുകളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIR-ഉമൊക്കെയായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആശങ്ക, വോട്ട് ചെയ്യണം നാട്ടിലുണ്ടെങ്കിൽ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് ഇടതുപക്ഷത്തിന് വിരുദ്ധമാകുമെന്ന് കരുതുന്നത് വലിയ അബദ്ധമായിരിക്കും. UDF നേതാക്കന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ
അത് അവരെ വലിയ ഒരു ട്രാപ്പിലാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇക്കാലം അത്രയും ചില തെരഞ്ഞെടുപ്പുകളിൽ മാത്രം വളരെ സജീവമായിരുന്ന വിഭാഗം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇവിടെ നമുക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടാക്കാനായത്. Thank you.